ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ നനച്ചുള്ളിയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ ഞാനിത് ഈ അടുക്കള ഫുൾ ഫിനിഷ് ആക്കാനാണ്. അപ്പൊ അടുക്കളയിൽ ഇതാ ഞാൻ ആദ്യം തന്നെ മാറാല തട്ടാൻ കേട്ടോ. ഇവിടെ വെള്ളം നിന്നിട്ട്, മഴ പെയ്ത് വെള്ളം നിന്നിട്ട് ഇവിടെ നിറയെ ഇങ്ങനെ പൊള്ളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സിമെന്റ് ഒക്കെ ഇങ്ങനെ പൊള്ളായി നിൽക്കാൻ കേട്ടോ ഇവിടെ. അപ്പൊ അത് ഒന്നായിട്ട് ഇങ്ങനെ അടർന്ന് വീഴാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യട്ടോ ഞങ്ങൾക്ക്. അപ്പൊ നമ്മളുടെ അടുക്കള ഫിനിഷ് ആക്കണ പരിപാടിയിലാണ് ഇന്ന് രണ്ടാമത്തെ അടുക്കളപ്പണിയിലാണ് കേട്ടോ ഞാന്. ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കഴുകാനൊക്കെ ഉണ്ടാവും കേട്ടോ. എടുക്കാനും വെക്കാനും കഴുകാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അടുക്കള ഫുൾ ഫിനിഷ് ആക്കാനാട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ വേഗം കിട്ടുന്നിടത്ത് വേഗം വെക്കാൻ വേണ്ടി വെക്കും കേട്ടോ. പക്ഷെ തട്ടിക്കൊട്ടുന്ന സമയത്താട്ടോ അതൊക്കെ കൊഴിഞ്ഞ് വീണ് ഉണ്ടാവുക. നമ്മളെന്നും തട്ടിക്കൊട്ടലും അടിച്ചു വാരലും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് നനച്ചുള്ളിക്ക് ഒരു പ്രത്യേക തട്ടിക്കൊട്ടലും അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫുള്ള് ഇതാ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അവിടെ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടെങ്കിൽ തുടക്കാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. പച്ച വെള്ളം കൂട്ടിയിട്ടാട്ടോ ഞാൻ തുടക്കുന്നത്. ഇതിലൊന്നും ഒഴിക്കണില്ല കേട്ടോ. നമ്മളുടേതായി എടുത്തു വെക്കുന്ന പാത്രങ്ങളൊക്കെ ആണ് കേട്ടോ അത് ഈ ഷോക്കേസിൽ. അപ്പൊ ഇതൊക്കെ തുടക്കൽ കഴിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി ഒക്കെ ഒന്ന് അതേ സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. വെക്കാണ് കേട്ടോ ചെയ്യാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അടുക്കള ഫുൾ ഫിനിഷ് ആക്കല്. നമ്മളെ നനച്ചുള്ളി തുടക്കമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പൊ ഈ ഷോക്കേസ് സാധനങ്ങളൊക്കെ കേട്ടോ ഇത്. ഈ പാത്രങ്ങളും ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളും ഒക്കെ ഇതൊക്കെ നമ്മൾ എടുത്തു വെക്കണ പാത്രമാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ്. ഇതിപ്പോ കഴുകുക, അതേപോലെ നല്ല തുണി വെച്ച് കോട്ടന്റെ തുണി വെച്ച് അതേപോലെ തുടക്കുക. ഈ സ്ഥലത്തൊക്കെ തന്നെ അതേപോലെ എടുത്തു വെക്കട്ടോ. എല്ലാ പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ എടുത്ത പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകും കേട്ടോ. അപ്പൊ അങ്ങനത്തെ പാത്രത്തിന്റെ പണികളൊക്കെ ഇതാ കഴിഞ്ഞിട്ട് ഏകദേശം കഴിയാനായിട്ടോ. ഇനിയിപ്പോ അത് തുടച്ചിട്ട് അതേപോലെ തന്നെ ഇതിൽ ഈ ഷോക്കേസിൽ എടുത്തു വെക്കട്ടോ ചെയ്യണത്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ ഇതേപോലെ തന്നെ ഉണക്കി വെയിലത്തൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കി എടുക്കട്ടോ ചെയ്യുന്നത്. അപ്പൊ പാത്രം കഴുകാൻ നിൽക്കാൻ തന്നെ നല്ലൊരു പണിയുണ്ട് കേട്ടോ. അതാണ് ഞാൻ അടുക്കളയിൽ തന്നെ തുടങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ അടുക്കളയിൽ തുടങ്ങിയാൽ അടുക്കളയിൽ കുറേ സാധനങ്ങൾ എടുത്തു വെക്കാനും കഴുകാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഏറ്റവും കൂടുതൽ പണി കിടക്കുക നമുക്ക് അടുക്കളയിലാണ് കേട്ടോ. അടുക്കള വർക്കേരിയിലൊക്കെയാണ് കേട്ടോ പണി നടക്കുന്നത്. അപ്പൊ അടുക്കളയിന് കുറെ എടുക്കാണ്ടായതുകൊണ്ട് അടുക്കളയിൽ നിന്ന് തന്നെ അങ്ങോട്ട് അടുക്കളയാണ് ആദ്യം മുഴുവിക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ ഷോക്കേസൊക്കെ അതേപോലെ തന്നെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയതും നന്നായി തുടച്ചെടുത്ത് വെച്ചതൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ടൈൽസൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പൊ നനച്ചുള്ളിപ്പണി എന്ന് പറഞ്ഞാല് നല്ലൊരു സംഭവമാണ് കേട്ടോ. എവിടൊക്കെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് ആദ്യം ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. എവിടെ നിന്ന് തുടങ്ങണം, നനച്ചുള്ളി എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നൊക്കെ കേട്ടോ. നമുക്ക് പെട്ടെന്ന് നനച്ചുള്ളി പണി എടുക്കാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മാർഗം. ഓരോ ഭാഗങ്ങൾ കഴുകുക, ഓരോ ഭാഗങ്ങൾ എടുക്കുക, അത് എടുത്ത് ഉണക്കുക, പാത്രങ്ങളൊക്കെ എടുക്കുക, അതേ സ്ഥലത്ത് തന്നെ വെക്കുക. നമ്മൾ ഒന്നിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കതിന് ചിലപ്പോൾ കഴിയൂല. അതുപോലെ തന്നെ വെച്ച് എടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പൊ ഇനി ഞാൻ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ജനലും ഇവിടെയൊക്കെ ഞാൻ ടൈൽസൊക്കെ ഞാൻ 2-3 പ്രാവശ്യമായിട്ടൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ കൂടി വീഡിയോയിൽ ഇടാൻ കഴിയൂലല്ലോ, വീഡിയോയിൽ എനിത്താവൂലേ. അപ്പൊ നനച്ചുള്ളി എങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ മൊഴിവിക്കണേ? പെട്ടെന്ന് എന്തായാലും നമുക്ക് മൊഴിവിക്കാൻ കഴിയൂല കേട്ടോ നനച്ചുള്ളി. കാരണം നമ്മൾ ഒരുപാട് ദിവസം വെച്ചെടുക്കണം നമ്മളെ വീട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയി ഇനി നമ്മൾ അടുത്ത ഷോക്കേസിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കുറെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കഴുകിയിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴുകാനുള്ളതാണ് കേട്ടോ. കഴുകാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ബോട്ടിൽസുകളാണ് കേട്ടോ അതില്. അപ്പൊ അതായത് നമ്മളെ ഈ ഷോക്കേസിലുള്ള സാധനങ്ങളാട്ടോ. അതും കഴുകി എടുക്കാനുള്ളതാണ്. പിന്നെ ഞാനിത് അലമാരകളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ പോണത്. നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സ്റ്റൂളാണ് കേട്ടോ. അപ്പൊ സ്റ്റൂള് നമ്മൾ ആവശ്യമില്ല ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ കൂടുതലിട്ടൊക്കെ വലിച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഷോക്കേസിൽ തന്നെ ഉണ്ട് എടുത്തു വെക്കുക കേട്ടോ ചെയ്യല്. ഇനി നന്നായിട്ട് ഇതാണ് അടിച്ചു വാരുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി നന്നായി അടിച്ചു വാരിയതാ തുടച്ചെടുക്കുക കേട്ടോ.
ഞാൻ ഈ ഗ്ലാസ്സുകളും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇതിൽ ലിക്വിഡ് ഒന്നും ഞാൻ ഒഴിക്കില്ല കേട്ടോ. നന്നായിട്ട് ഗ്ലാസ്സൊക്കെ നല്ലൊരു കോട്ടൺ തുണിയിൽ വെള്ളമാക്കിയിട്ട് പിന്നെ നല്ല പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ. നല്ല ഫിനിഷ് ആട്ടോ. ഇതിന് നമുക്കൊരു കെമിക്കലിൻ്റെ ആവശ്യമൊന്നും വേണ്ട കേട്ടോ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കാൻ. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യല്. നമ്മൾ പെട്ടെന്ന് പണി കഴിയും, നമ്മൾ ഫുൾ ഫിനിഷ് ആവട്ടോ. ഇതിന് ലിക്വിഡ് വേണമെന്നൊന്നുമില്ല. നന്നായിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പേപ്പർ വെച്ചാൽ വെള്ളം ഉണ്ടാക്കി സ്പ്രേ ചെയ്താലും മതി ഗ്ലാസ്സിന്മേൽ. എന്നിട്ട് നന്നായിട്ട് പേപ്പർ കൊണ്ടാണ് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോക്കേസിൻ്റെ പരിപാടികളൊക്കെ ഇതാ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോക്കേസിന്റെ അടിയിൽ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട് തുടച്ചെടുക്കാം. ഇനി അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കട്ടിലും ഒക്കെ ഞാൻ തുടച്ചെടുക്കാണ്. പിന്നെ അതാ ടൈൽസ് ചുമര് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാണ്ടോ. അതിലിടയ്ക്ക് ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് ഭക്ഷണത്തൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ മാത്രമേ കേട്ടോ അവിടെ മോള് സ്കൂളിൽ പോയിട്ട്. അപ്പൊ ഞാനും ഇന്നെ വീഡിയോ എടുക്കണതൊക്കെ കേട്ടോ. വീഡിയോ നന്നായി ഇളകണൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ നിങ്ങള്. അപ്പൊ ഇനി ഇതാ ഞാൻ ഇവിടെയൊക്കെ തുടക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കട്ടിലൊക്കെ തുടച്ചതിന് ശേഷം ഇനി ഇന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അടുത്തതായ ഡോറും കൂടി ഞാൻ തുടക്കാണ് കേട്ടോ ചെയ്യണത്. അടുക്കളനെ കുറേ എടുക്കാനുണ്ട് കേട്ടോ. അടുക്കള നമ്മളെല്ലാം അടുക്കളയിൽ തന്നെയാണല്ലോ വെക്കണം. അപ്പൊ അതുകൊണ്ട് അടുക്കള പെട്ടെന്ന് കഴിയൂല. അപ്പൊ ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാട്ടോ ചെയ്യുന്നത്. കഞ്ഞി തന്നെ കേട്ടോ കുടിക്കണത്. കാരണം കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാക്കില്ല. എനിക്ക് ഇങ്ങനെ തിരക്കുടിച്ച പണിയിൽ കഞ്ഞിയാണ് കേട്ടോ ഇഷ്ടം. കഞ്ഞി, അച്ചാറ്, ഉപ്പേരി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ ഇങ്ങനെ കുട്ടിയൊന്നും ഇല്ലല്ലോ, കുട്ടിയില്ല, ഹസ്ബൻഡും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞതാ പിന്നെ വീണ്ടും ഞാൻ എടുത്തു വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കഴുകി വെച്ച ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ആ ബോട്ടിലുകളൊക്കെ ഒന്ന് എടുത്തു വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിതാ ഉപ്പ് വെക്കുന്ന സ്ഥലത്ത് നല്ല കട്ടിയിൽ കുറച്ച് പേപ്പർ മടക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിലാട്ടോ പൊട്ടിക്കാത്ത ഉപ്പൊക്കെ വെക്കല്. ഇതാ നമ്മൾ ഷോക്കേസിൽ നിന്ന് എടുത്ത പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കണേയും പാത്രങ്ങളൊക്കെയാണ് കേട്ടോ, ബോക്സുകളൊക്കെയാണിത്. അപ്പം ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിനെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് എടുക്കാനാണ് കേട്ടോ അത്. അപ്പൊ വീഡിയോ എടുക്കലും ഒക്കെ ഞാനായതുകൊണ്ട് പിന്നെ എനിക്ക് അത് ഓഫാക്കാനും ഓണാക്കാനൊക്കെ പോകണ്ടോ. പിന്നെ അതാ ഞാനിവിടെ നല്ലൊരു പായ വിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ മുറ്റത്ത് നിറയെ പൊടിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാത്രങ്ങളൊക്കെ ഈ പായലിട്ട് ഉണക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പൊ അടുക്കളുടെ ഫുൾ പണിയാണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നിന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ടോ അടുക്കള തന്നെയായിട്ട് പണിയെടുത്തിട്ടുള്ളത്. നനച്ചുള്ളിക്കൊക്കെ നമ്മളെ സഹായിക്കാനൊക്കെ ആള് വേണം, എന്നാ പിന്നെ പെട്ടെന്ന് കഴിയും. പിന്നെ വീട്ടിൽ ആളും ഇല്ലെങ്കിലും നമുക്ക് സഹായത്തിനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുട്ടി ഉണ്ടെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തുകൊണ്ടുവരാനും ഒക്കെ ആവട്ടോ. മോൾട്ടി സ്കൂളിൽ പോയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.